ഞാനും ബിസിയാ. എനിക്കൊന്ന് ജാമിദ ടീച്ചർ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതർവൈസ് നമുക്ക് ഈ വീരു എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഇയാളെ തീരെ ആരും മുഖവിലേക്ക് എടുക്കരുത്. ഒന്നാമത്തെ കാര്യം, ഇയാളുടെ പേര് പോലെ തന്നെ ഇയാൾ നമ്പർ 1 ഭീരു ആണ്. ഇയാൾ ഈ ചാറ്റ് ബോക്സിൽ വന്നിട്ട് അക്ഷരത്തെറ്റോടുകൂടി എന്തെങ്കിലും കണവണ എഴുതിയിടാമെന്നുള്ളതല്ലാതെ ആൾക്കൊരു മദ്രസ ബുദ്ധി പോലും ഇല്ല. എനിക്ക് തോന്നുന്നത് ആള് ഇസ്ലാമിനെ ട്രോളാനായിട്ട് വരുന്ന ആളാണെന്നാ. ഇന്നലെ ഞങ്ങൾ പാഞ്ചജന്യത്തിൽ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആള് ചാറ്റ് ബോക്സിൽ വന്നിട്ട് ഒരേ വെല്ലുവിളി. ഞാൻ മുമ്പ് തന്നെ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, നട്ടെല്ലിന് ബലമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് സംസാരിക്കണം, നിനക്ക് എന്താ വേണ്ടത്. എന്നിട്ട് അവസാനം ജാമിദ തോറ്റേന്നൊരു 1000 വട്ടം ചാറ്റ് ബോക്സിനകത്ത് എഴുതിയിട്ടിട്ട് പോയി. ഇസ്ലാമിനെ കുറച്ചുകൂടി വലിച്ചു കീറാൻ ഇവരൊക്കെ സഹായകരം ആകുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 5-10 വർഷം കൂടി ഇസ്ലാം ഇങ്ങനെ ഉന്തിയും തള്ളിയും എഴഞ്ഞും മുന്നോട്ട് പോകും. ഇനി വരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ഈ പൊട്ടക്കഥകളും വിഡ്ഢിക്കഥകളും ഈ കളിയും കുളിയും ഇതൊക്കെ വലിച്ചെറിയത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് ഇസ്ലാമിൽ ആളുകൾ കൈവച്ചിരിക്കുന്നത് എന്താ, ഖുർആൻ എന്ന പുസ്തകം ഫേക്കാണ് എന്നാ. അതായത് ഇത് ഇഷ്ടം പോലെയുണ്ട്, 10-45 ഇന്ന് ലോകത്ത് വിപണിയിലുണ്ട്. ഇതിലേത് ക്ലാപ്പാ ശരി? ഇത് പഠിച്ചിട്ട് ജനങ്ങൾക്ക് എന്തോ ഉണ്ടാക്കാനാ? പരസ്പരം വെട്ടിയും കൊന്നും ചത്തൊടുങ്ങാനോ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വൈറസ്. ഇത് സാധാരണ ഈ ഓരോ മതപുരോഹിതന്മാരുടെ വീടുകളിൽ നിന്നും എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുരോഹിതന്മാർ തന്നെ പബ്ലിക്കിൽ വന്ന് പറയുന്നത്, ഓരോ മുസ്ലിം പുരോഹിതന്റെ വീടുകളിലും ഓരോ ജാമിദാമാർ വളരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ? അവർ സഹികിട്ടിട്ട് പബ്ലിക്കിൽ അവർ തന്നെ തുറന്ന് സമ്മതിക്കുവാണ്. സ്വന്തം മക്കളെ പോലും ഇസ്ലാം എന്താണ് എന്ന് കൺവിൻസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പോൾ അലിയാർ കാസിമി പറയുന്നുണ്ട്, ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പർ, ആ കുട്ടി അള്ളാഹു ആരാണ് എന്ന് ചോദിച്ചു. ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ഒടുവിൽ ആ കുട്ടി 2.5 മണിക്കൂർ ഇയാളിരുന്ന് സംസാരിച്ചതിനിടയ്ക്ക് ആ കുട്ടി ചോദിക്കുവാണ്, 6 വയസ്സുള്ള കൊച്ചിനെയൊക്കെ 53 വയസ്സിൽ കെട്ടിയ നബിയെ ഞാൻ എങ്ങനെ പിൻപറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എന്താണ് ബ്രീഫ് ഹിസ്റ്ററി, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ഒരു പുസ്തകവും പൊക്കിപ്പിടിച്ചു വന്നിട്ട് ഈ കുട്ടി ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴേക്ക് ഇയാൾക്ക് മറുപടി ഇല്ലാതെ ഇയാൾ 2 ദിവസം ഒരു പുസ്തകം ഈ കൊച്ചിനെ വായിക്കാൻ കൊടുത്തെന്നാ പറയുന്നത്. അപ്പൊ ഇയാൾ ഈ കാസിമി ബിരുദത്തിന് വേണ്ടിയിട്ട് ഈ അറബി കോളേജുകളിൽ പഠിച്ച് യൂണിവേഴ്സിറ്റികളിൽ ഈ പരീക്ഷ എഴുതി ജയിച്ചിട്ടാണ് ഇയാൾക്ക് ഈ ബിരുദം കിട്ടുന്നത്. അപ്പൊ ഇയാൾ ഇത്രയും കൊല്ലം പഠിച്ചിട്ടും പഠിച്ചോൻ ആരാണെന്നോ പ്രവാചകൻ ചെയ്ത മഹനീയമായിട്ടുള്ള സേവനങ്ങൾ എന്താണെന്നോ ഈ കൊച്ചിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ ഒരു പുസ്തകത്തെ ഡിപ്പെൻഡ് ചെയ്തു എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? കുട്ടികൾ ലോജിക്ക് പിൻപറ്റി തുടങ്ങിയിരിക്കുന്നു. ഈ ലോജിക്ക് ഇല്ലാത്ത, ഒരു കാലഘട്ടത്തിനും യോജിക്കാൻ പറ്റാത്ത ഈ പുസ്തകവും പൊക്കിപ്പിടിച്ചിട്ട് കൊല്ലാനും കൊല്ലപ്പെടാനും അതല്ലെങ്കിൽ കൊള്ളയടിക്കാനും ബലാത്കാരം ചെയ്യാനും അന്യമതസ്ഥനെ വെറുക്കാനുമല്ലാത്ത ഒന്നും ഇതിനകത്തില്ല എന്ന് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അതിന്റെ വെകിളി ഇനി ഇവരെങ്ങനെയാ തീർക്കുക? നമ്മളോട് തർക്കിക്കാൻ വന്നിട്ടല്ല. നമ്മുടെ ആ ഒരു ഡിബേറ്റുകൾ അതല്ലെങ്കിൽ ചർച്ചകൾ അത് കുളം തോണ്ടിയിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് ഇവർ പോകും. കാരണം ഇസ്ലാമിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഖുർആനാണ്. ആ നട്ടെല്ലൂരിയിട്ടാണ് ഇപ്പം എക്യൂപ്പൊക്കെ ഇപ്പോൾ കോൽക്കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ വസ്തുനിഷ്ഠമായിട്ട് ഇവർക്ക് എന്താണ് യാഥാർത്ഥ്യമെന്ന് നമ്മളുമായിട്ട് വന്ന് സംവദിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളുമായിട്ട് സംവദിക്കുന്നവർ അവരെ പിടിച്ച് ചോദ്യത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന സമയത്ത് ഇവർക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതായത് ഇത് പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ തന്നെ ആയിരിക്കും ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിലെ അവസാന താണിയടിക്കുന്നത്. ഇവരെ കൊണ്ട് പറ്റില്ല. പിന്നെ വീരു, ഇവനെയൊന്നും മുഖവിലേക്ക് എടുക്കരുതെന്നേ. മുഖമില്ലാത്ത, സംസാരിക്കാൻ ദൃഢതയില്ലാത്ത, അറിവില്ലാത്ത വെറും ഒരു മദ്രസ പൊട്ടൻ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മുഹമ്മദ് നബിയെക്കാട്ടിൽ വലിയ പൊട്ടനാണ് ഇവൻ ഇസ്ലാമിനെ കുറിച്ചിട്ടൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല. അക്ഷരത്തെറ്റോടുകൂടി എന്തെങ്കിലുമൊക്കെ എഴുതുക എന്നുള്ളതല്ലാതെ ഇവന്റെയൊക്കെ പേര് പോലും നമ്മുടെ ചാനലിൽ പറഞ്ഞ് ഇവനെ ഒന്നും പോപ്പുലർ ആക്കാൻ ശ്രമിക്കരുത്. ഓക്കെ. ടീച്ചറെ, അതായത് ഉള്ളത് ഈ 1 മിനിറ്റിനുള്ളിൽ എന്താണോ അത് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇതാണ് യഥാർത്ഥ അവസ്ഥ.
ഇസ്ലാം പടവലങ്ങ പോലെ വളരുകയാണെന്ന് കത്തിക്കുന്നതല്ലാതെ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ ഇവര് ഉൾത്തടങ്ങളിൽ നിന്നുകൊണ്ട് കേഴുകയാണ്. ഇസ്ലാം വിടുന്നു ധാരാളം മനുഷ്യര്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹരീഫ് ഹുസൈന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അവിടെ പറയുന്നത് ഒരാൾ വന്ന് വിളിച്ചപ്പോ പറയുകയാണ് അവര് തന്നെ 10-20 പേര് ഒരു ഗ്രൂപ്പുണ്ട് ഒരു മഹലില്. അപ്പൊ അവര് പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ കാണിക്കും, നിസ്കരിക്കുന്നതായിട്ടൊക്കെ കാണിക്കും. അവര് ഒരു നിസ്കാരവും ഇല്ല, അവര് നോമ്പെടുക്കാറുമില്ല, അവര് ഭക്ഷണം കഴിക്കും. അപ്പൊ ഈ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. കാരണം അയാൾ പറയുകയാണ് ഞങ്ങൾക്ക് ആർക്കും ഇതിലൊരു വിശ്വാസവും ഇല്ല, ഇത് ഒരു പൊട്ടത്തരമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, പക്ഷെ ഭയം കൊണ്ട് വിട്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഇതാണ് യഥാർത്ഥ അവസ്ഥ. എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് തള്ളുകയാണ്. ആയിഷയ്ക്ക് 18 വയസ്സ്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. സൗണ്ട് എനിക്ക് മാത്രമാണോ കിട്ടാത്തത്? ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നിടയ്ക്ക് ചിലപ്പോ ഔട്ടാകുന്നു. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. അതായത് ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വന്നാ. അതായത് വീരു പറയുന്നത് 18 വയസ്സായിരുന്നു ആയിഷയ്ക്ക് നവി കിട്ടുമ്പോ അതിനെ മെഴുകാൻ വന്ന ആൾക്കാർ പറയുന്ന കേൾക്കണം. എന്റെ ടീച്ചറെ, ഈ കാലഘട്ടത്തിൽ ഇത് ടോക്കന്മാര് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നാക്കുന്നത്. അപ്പൊ ഇവരുടെ ബുദ്ധി തന്നെയാണ് ബാക്കിയുള്ളവർക്ക് കേൾവിക്കാർക്കൊന്നാ ഇവര് വിചാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തെല്ലാമാണ് തട്ടിപ്പ്, എന്തെല്ലാമാണ് ഇവര് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ചായ, മുമ്പ് ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ എന്നും പറഞ്ഞ ഒരു ടീം ഈ മുജാഹിദ് വിഭാഗത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു മാറിപ്പോയി. അപ്പൊ ഈ മുജാഹിദ് വിഭാഗത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആശയക്കാരൻ. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അണികളുണ്ട്. ഇപ്പോൾ അയാള് ഇസ്ലാമിനെ എങ്ങനെ തേക്കാം വെളുപ്പിക്കാം എന്ന് റിസർച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഇസ്ലാം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് എന്ന് ഇയാളും ടീമും കൂടി പഠിക്കുന്നു. എന്നിട്ട് കുറച്ച് കുട്ടികളെ പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് നിർത്തി ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം നടത്തുന്നു. ഈ കുട്ടികളെ കൊണ്ടൊരു ചോദ്യം ചോദിപ്പിക്കുന്നു. ആ ചോദ്യത്തിന് അപ്പൊ കൊച്ചു ചോദിക്കുന്നത് 1 മിനിറ്റ് ചോദ്യമാണ്. ഇവര് 4 പേരാണ് കരണം മറിഞ്ഞ് ഉത്തരം പറയുക. 1 മണിക്കൂറാണ്. ഇതിനകത്ത് ആറ്റിക്കുറുക്കി എടുത്താൽ ഇതിനകത്താണെങ്കിലോ ഒരു ഉത്തരമില്ലതാനും. അപ്പോൾ മുമ്പൊരിക്കലും ഒരു 3-4 വർഷമായി ഇവർ പരിപാടി തുടങ്ങിയിട്ട് ആ പരിപാടിയിൽ ഇദ്ദേഹം പറഞ്ഞ പെയ്ഡ് കൊച്ചു വന്നിട്ട് ചോദിക്കുവാണ്, അല്ല 6 വയസ്സുള്ള കുട്ടിയെ 53 വയസ്സിൽ പ്രവാചകൻ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളാകെ ഉത്തരം മുട്ടിപ്പോകുവാണ്. എങ്ങനെയാ ഞങ്ങൾ ഈ മനുഷ്യനിൽ മാതൃക കണ്ടെത്താൻ കഴിയുന്നത്? അപ്പോൾ ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലാണ് ആദ്യമായിട്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ 3 ചന്ദ്രവർഷമാണ് ഒരു വർഷമായിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ആയിഷയ്ക്ക് 6 വയസ്സ് എന്ന് പറയുമ്പോൾ 3 ചന്ദ്രവർഷമാണ് 1 വയസ്സായിട്ട്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 3 × 6 18 വയസ്സ്. ഇവരങ്ങ് പോയി. നമുക്കും തലച്ചോറുണ്ടല്ലോ. കൊച്ചിന് ഇവർ എഴുതി കൊടുത്ത ചോദ്യം ചോദിക്കുക തന്നെയുമല്ല, കണക്ട് ചെയ്തിട്ട് അടുത്തൊരു ചോദ്യം ചോദിക്കാൻ ചാൻസുമില്ല. അപ്പൊ കൊച്ചു ചോദിച്ചു, ഇയാൾ ഉത്തരം പറഞ്ഞു, ഇവര് പരിപാടി വൈൻഡപ്പ് ചെയ്തു. പിന്നീട് ഞാൻ ഇതെടുത്തിട്ട് റിവ്യൂ ചെയ്തപ്പോഴേക്ക് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിന് അങ്ങോട്ട് ഇളകി. അയാൾ എനിക്ക് 4 മറുപടിയുമായിട്ട് വന്നു. ഞാൻ ഒരു 3 മറുപടിക്കകത്ത് കാര്യങ്ങൾ അങ്ങോട്ട് ഒതുക്കി. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, പ്രവാചകൻ ജീവിച്ച അതേ കാലഘട്ടത്തിൽ അതേ സാഹചര്യത്തിൽ മുഹമ്മദ് നബിയും ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആയിഷയ്ക്ക് 3 ചന്ദ്രവർഷമാണ് 1 വയസ്സായിട്ട് കണക്കാക്കിയിരുന്നതെങ്കിൽ പ്രവാചകന്റെ വയസ്സ് എത്രയാണ്? അപ്പൊ പ്രവാചകന് 53 × 3 അടിക്കണമല്ലോ, അത് 159 പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട് അവരിട്ടിട്ട് പോയി. അതായത് ചിന്തിക്കുകയോ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന ആളുകളെ ഇവർ മാനസിക രോഗികളാക്കി, ഭ്രാന്തികളാക്കി. ഇവർക്ക് അവസാനമായിട്ട് എടുക്കാൻ ഇനി ഒരു ആയുധം ബാക്കിയുണ്ട്. ഇവർ ഒരുപാട് ചെയ്തു. നമ്മുടെയൊക്കെ കുടുംബത്തെ ഇല്ലാതാക്കാൻ, കുട്ടികളെ പീഡിപ്പിച്ച്, ഉപജീവന മാർഗം തടസ്സപ്പെടുത്തി, കുടുംബത്തെ അകറ്റി, ഇതൊക്കെ ഇവർ ചെയ്തു. ഇനിയും ഇവർക്ക് ഒരു ആയുധവും കൂടി എടുക്കാൻ ബാക്കിയുണ്ട്. പള്ളിയിൽ നിന്ന് ഇവർ പുറത്താക്കി നോക്കി. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും ഇവർക്ക് രക്ഷയില്ല. ഇനിയും ഇവരുടെ ഉന്മൂലന സിദ്ധാന്തം എന്ന് പറയും.
അതായത് ഇസ്ലാം വിട്ട ആളുകളെയൊക്കെ ഇവർ വിലക്കെടുക്കാൻ നോക്കി. കുറെ ആളുകളെയൊക്കെ ഇവർ പണം കൊടുത്തൊക്കെ വിലക്കെടുത്തു. പണവും ഭൂമിയും പിന്നെ പയ്യന്മാർക്ക് പെൺകുട്ടികളും പെൺകുട്ടികൾക്ക് പയ്യന്മാരെയും ഒക്കെ കൊടുത്ത് പലരെയും ഇവർ നിശബ്ദരാക്കി. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എക്സ് മുസ്ലിങ്ങളുടെ വിഭാഗത്തിൽ. ഇപ്പൊ പല ആളുകളും സൈലന്റ് ആണ്. അവരെയൊക്കെ വിലക്കെടുത്തു. ഇനിയും ഇവര് നമ്മളെ ഒന്നടങ്കം നശിപ്പിക്കുക. നിശബ്ദരാക്കാൻ പറ്റുന്നില്ല, വിലക്കെടുക്കാൻ പറ്റുന്നില്ല, ഭ്രഷ്ട് വില പോകുന്നില്ല, കച്ചവടം ഇല്ലാതാക്കി നോക്കി, പഠിക്കാൻ പോയ കുട്ടികളെയൊക്കെ ആ സ്ഥാപനത്തിൽ ഇട്ടിട്ട് ഇവര് കശാപ്പ് ചെയ്യാൻ നോക്കി. ഇനിയും ഇവര് ഏത് വിധേനയും, കാരണം വി ഡി സതീശനാണ് കേരളം ഭരിക്കുന്നത്, ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്തായിരുന്നാലും ഈ മതതീവ്രവാദികൾക്കെതിരെ ഒരു ശബ്ദം ഉയർത്താൻ വി ഡി സതീശൻ പോരാ. കാരണം ലീഗിനെ ഒന്നും നിയന്ത്രിക്കാൻ, പാണക്കാടൊന്നും നിയന്ത്രിക്കാനുള്ള ഗഡ്സ് ഒന്നും വി ഡി സതീശനില്ല. അതുകൊണ്ട് ഇനിയും ഇവര് നമ്മളെ കാണുന്നിടത്ത് വെച്ച് ഇല്ലാതാക്കുക എന്നതായിരിക്കും ഇനി ഇവർ ശ്രമിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ പിടിമുറുക്കിയത് ഇസ്ലാമിന്റെ സത്തയിലാണ്, ഇസ്ലാമിന്റെ നട്ടെല്ലിലാണ്. അപ്പോൾ ഇനിയും ഇവർക്ക് ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് ആയിഷയ്ക്ക് 18 വയസ്സായിരുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ കേൾക്കുന്നവർക്കും തലച്ചോറുണ്ടല്ലോ. നമ്മൾ ചോദിക്കില്ലേ പ്രവാചകൻ അപ്പോൾ എത്ര വയസ്സായിരുന്നു എന്ന്? സ്വാഭാവികമായിട്ടും ചോദിക്കും. ഇവർ ആ മദ്രസയിൽ പഠിച്ച ബുദ്ധിയിൽ നിന്ന് ഇനിയും ഇവർക്ക് ബുദ്ധിവികാസം വന്നിട്ടില്ല. ഇവരവിടെ നിന്ന് ഇനിയും എഴുന്നേറ്റിട്ടില്ല. ഇവര് മദ്രസയുടെ വരാന്തയിൽ പിച്ച വെച്ച് കളിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിക്ഷിക്കുന്നവർ പേടിക്കേണ്ടതില്ല, പക്ഷെ അവഹേളിക്കുന്നവർ നിയമത്തിന് മുമ്പിൽ പേടിക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പൊ ചാനലുകൾ. ഒന്നുകൂടെ പറയാമോ? കേട്ടില്ല. അതായത് വിമർശിക്കുന്നവരും പേടിക്കേണ്ടതില്ല, അവഹേളിക്കുന്നവർ സമൂഹത്തിൽ പേടിക്കേണ്ടതുണ്ട്. കേസ് വരുമോ മറ്റത് വരുമോ എന്ന് പേടിക്കേണ്ടതുണ്ട്.